ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിനോദ് പൊളച്ചറ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും ലക്ഷ്യങ്ങളും തമ്മിലുള്ള വേർതിരിവുകൾ നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകരുത്. നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ ഭരിക്കാൻ കഴിയണം. ഏത് കാര്യവും തുടങ്ങുമ്പോൾ അത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം. അല്ലാതെ പകുതിയിലും അവസാനത്തിലും ആകരുത്. മുഴുവിപ്പിക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥിയും ആദ്യം സാഹിത്യമല്ല അക്ഷരങ്ങളാണ് പഠിച്ചു തുടങ്ങുന്നത് എന്ന് ഓർക്കുക. അതുപോലെ ശരിയായ കാഴ്ചപ്പാടോ ഇല്ലാതെ തുടങ്ങുന്ന കാര്യങ്ങൾ മോശം കാര്യങ്ങളിലൂടെ കടന്ന് അബദ്ധങ്ങളിലേക്ക് എത്തിച്ചേരും. ലോകത്ത് നമ്മൾ നേരിടുന്ന എല്ലാ കണക്കുകളും വെറും 10 അക്കങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് എന്നറിയാമല്ലോ. കർമ്മം ചെയ്യണം എന്ന് പറയാറില്ലേ? എന്താണ് കർമ്മം? കർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക, മറ്റൊരുവൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക എന്നതാണ്. അച്ചടക്കമുള്ള ചിട്ടയായ ജീവിതം സന്തോഷത്തിൻ്റെ 3 ഭാഗങ്ങളാണ്. കുത്തഴിഞ്ഞ ജീവിതം ദുരിതവുമാണ്. മര്യാദയ്ക്ക് ചിന്തിക്കാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്നത് കുത്തഴിഞ്ഞ ജീവിതമാണ്. ഇത് വിഡ്ഢികളുടെ ലക്ഷണമാണ്. ആഗ്രഹങ്ങളെ ചിട്ടപ്പെടുത്താൻ വേണ്ടതും വേണ്ടാത്തതുമായവയുടെ വേർതിരിവ്, ഇതൊക്കെ മനസ്സിൽ ക്രമീകരിക്കുന്നതാണ് ബുദ്ധിമാൻ ചെയ്യുന്നത്. ജീവിതകാലം മുഴുവൻ തുടർന്നു പോകേണ്ടതാണ് ചിട്ടയായ ജീവിതം. അതിനാൽ തന്നെ ചിട്ടകൾ തുടക്കം മുതലേ അഭ്യസിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ അറിവില്ലായ്മ അറിവിനും ദൗർബല്യം ശക്തിക്കും വഴിമാറുമെന്നറിയുക. ജീവിതത്തിലെ നല്ല ദിനങ്ങൾക്ക് ഒരു നല്ല തുടക്കം അനിവാര്യമാണ്. എങ്കിലേ ഓരോ ചുവടിലും അതിൻ്റേതായ ശക്തിയും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. മനസ്സിൻ്റെ ചിട്ടയാണ് അച്ചടക്കം. അത് ശക്തിക്കും സന്തോഷത്തിനും ഒപ്പം മനഃശാന്തിയും തരുന്നു. ചിട്ടയായി ജോലിയെടുക്കുക, ചിട്ടയായ ജീവിത രീതി നിങ്ങളെ ഉന്നതിയിലെത്തിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.